ഇന്ത്യൻ പ്രൈവറ്റ് സെക്ടർ വളർച്ച ഏപ്രിലിൽ തിരിച്ചുവന്നു. ക്രൂഡ് ഓയിൽ വിലയിൽ വോളാറ്റിലിറ്റി തുടരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് ഔട്ട്ലുക്ക്, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ സ്വാധീനം, RBI പോളിസി പശ്ചാത്തലം. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക, ഡിജിറ്റൽ പ്രസന്റർ. ഏപ്രിലിലെ ഫ്ലാഷ് കോമ്പോസിറ്റ് PMI 58.3 ആയി ഉയർന്നു. മാർച്ചിലെ 57.1 നിന്ന്. മാനുഫാക്ചറിംഗ് PMI 55.9 ഉയർന്ന് ഉൽപ്പാദനവും പുതിയ ഓർഡറുകളും ശക്തമായി. സർവീസ് സെക്ടറും 57.9 മുന്നേറി. പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ ആഭ്യന്തര ഡിമാൻഡ് വീണ്ടും ഊർജം പകരുന്നു. എന്നാൽ ഇൻപുട്ട് ചെലവ്, ഓയിൽ, അസംസ്കൃത വസ്തുക്കൾ ഉയർന്നു തുടരുന്നു. ക്രൂഡ് ഓയിൽ വിലയിൽ വോളറ്റിലിറ്റി തുടരുന്നു. ഇറാൻ US സംഘർഷവും ഹോർമൂസ് സ്ട്രെയ്റ്റിലെ ഗതാഗത തടസ്സവും മൂലം ബ്രെന്റ് ക്രൂഡ് $105-110 സമീപം, WTI $94-96 ലെവലിൽ. സമാധാന ചർച്ചകൾക്കുള്ള പ്രതീക്ഷകളും യുദ്ധഭീഷണിയും വിലയെ സ്വാധീനിക്കുന്നു. ഇത് ഇന്ത്യയുടെ ഇറക്കുമതി ബില്ലും ഇൻഫ്ലേഷനും ബാധിക്കാം. സ്റ്റോക്ക് മാർക്കറ്റ് ഔട്ട്ലുക്ക്, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ സ്വാധീനം. നാളെ നിഫ്റ്റി സെൻസെക്സ് ക്രൂഡ് വിലയെയും US ഇറാൻ ചർച്ചകളെയും ആശ്രയിച്ചിരിക്കും. സമീപ ദിവസങ്ങളിൽ മാർക്കറ്റ് മിശ്രിത പ്രവണതയിലാണ്. ഗിഫ്റ്റ് നിഫ്റ്റി സൂചനകളനുസരിച്ച് ഓപ്പണിംഗ് മിക്സ്ഡ് ആകാം. സപ്പോർട്ട് ലെവലുകൾ: നിഫ്റ്റിയിൽ 23,700, 23,800. റെസിസ്റ്റൻസ് 24,000, 24,200. ബാങ്കിംഗ്, IT, ഫാർമ സെക്ടറുകൾ ശ്രദ്ധിക്കുക. IMF പ്രകാരം ഇന്ത്യ 6ാം സ്ഥാനത്ത്. 2026 നോമിനൽ GDPയിൽ ഇന്ത്യ $4.15 ട്രില്യൺ 6ാം സ്ഥാനത്ത്, UK-യും ജപ്പാനും മുന്നിൽ. എന്നാൽ യഥാർത്ഥ വളർച്ചാ നിരക്ക് 6.5% പ്രതീക്ഷിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വേഗമുള്ള പ്രധാന സമ്പദ്വ്യവസ്ഥകളിലൊന്ന്. RBI പോളിസി പശ്ചാത്തലം, റിപ്പോ റേറ്റ് 5.25% തുടരുന്നു. FY27 ഇൻഫ്ലേഷൻ പ്രതീക്ഷ 4.6% ഉയർത്തി. ഓയിൽ വില ഭീഷണി മൂലം. GDP വളർച്ച 6.9% പ്രതീക്ഷ. അടുത്ത പോളിസി മീറ്റിംഗ് ജൂണിൽ. ഓയിൽ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഇൻഫ്ലേഷൻ റിസ്ക് വർദ്ധിപ്പിക്കുന്നു. മിഡിൽ ഈസ്റ്റ് സംഘർഷം കോർപ്പറേറ്റ് ലാഭത്തെയും സപ്ലൈ ചെയിനുകളെയും ബാധിക്കാം. കേരളത്തിൽ ചെറുകിട ബിസിനസ്സുകൾക്ക് തിരഞ്ഞെടുപ്പ് പ്രചാരണം താൽക്കാലിക ഡിമാൻഡ് നൽകുന്നു. ബിസിനസ് ന്യൂസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കുറിക്കുക. ഞാൻ ദേവിക, ഡിജിറ്റൽ പ്രസന്റർ, ബുക്കർമാൻ ബിസിനസ് ന്യൂസ്. വീണ്ടും നാളെ രാവിലെ 7:30 കാണാം. ഹാവ് എ ഗ്രേറ്റ് ഡേ.